മനസ്സിൽ വിഷമം ഉണ്ടാക്കിയത് ഇവിടെ മാർക്കറ്റിലൊരു കുഞ്ഞിൻ്റെ മൃതദേഹം എടുത്തു. പേര് പറയാൻ പാടില്ല, ഞാൻ പേര് പറയാതിരുന്നത്. കുഞ്ഞിൻ്റെ ആയിരുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് ചേട്ടാ ശരിക്കും നമ്മൾ കേരളത്തിലെല്ലാവരും ഭയങ്കരമായി പ്രാർത്ഥിച്ച് നോക്കിയിരുന്നൊരു കാര്യമാണ് അത് ചേട്ടൻ അങ്ങനെയുള്ളൊരു അവസ്ഥ എന്താ? എനിക്ക് ശരിക്കും ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ തൊണ്ടയിടറി പോകുന്നുണ്ട്. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അതൊന്നുമില്ല. ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. മിസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരി നടക്കേണ്ടത്. കാരണം എല്ലാ ദിവസവും കുട്ടികളും എനിക്ക് ഇതിപ്പോൾ നമുക്ക് ഒരു മിസ്സിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ കേരള പോലീസിൻ്റെ, സ്റ്റേറ്റ് പോലീസിൻ്റെ. അതിൽ പോലീസ്, ഫയർഫോഴ്സ്, ആർമി, മറ്റേ RPF എല്ലാവരും പെടും. അപ്പോൾ അതിൽ പിള്ളേരാണെങ്കിലും ഇപ്പോൾ ഈ പ്രായത്തിലുള്ളവരും ദിനചര്യ വന്നുണ്ട്. പക്ഷെ അതിലെനിക്കൊന്നും ഇല്ല. മൃതദേഹം വരുമ്പോൾ വേറൊരു ഇതാണ്. എന്താ പറയുക, വലിച്ച് ജോലി അതിൽ കുറേ പേര് മുതലാക്കി. അത് മാത്രമേ നമുക്കൊരു ദേഷ്യമുള്ളൂ ആ മൃതദേഹത്തിൽ. രാഷ്ട്രീയവും അത് കഴിഞ്ഞിട്ട് അടക്കം ചെയ്യാൻ പോണ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണവരാരും ഉണ്ടായില്ല. മൃതദേഹത്തിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞ് മെയിൻ വാതിൽ കളമശ്ശേരി തുറന്നപ്പോൾ പിന്നെ സമസ്ത ആൾക്കാരുമായി. പിന്നീട് അതിനെ കാണിച്ചാൽ പിന്നെ പെട്ടി 1 അല്ല 3 പെട്ടി. അതൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ ഇടയില്ല. ഇത് ജനങ്ങളെ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചിന് പെട്ടി വാങ്ങിയത് നമ്മളാണ് എല്ലാം അളവൊക്കെ പറഞ്ഞ് ആദ്യം ഒരു പെട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇഷ്ടത്തിനൊക്കെ പോയി വേറെ പെട്ടിയൊക്കെ വാങ്ങി. അതും കൊടുത്തിട്ട് വേറെ പെട്ടി വാങ്ങി. പക്ഷേ പോയ പെട്ടിയൊക്കെ എൻ്റെ പേരിലാണ് വന്നത്. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വിളിച്ച് ക്ലിയർ ഒക്കെ ചെയ്തത്. പഞ്ചായത്തുകാർ കൊടുത്തോളാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞാൽ വിളിക്കില്ല ദൈവത്തോർത്ത്. 3 പെട്ടി എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ അല്ല. പിന്നെ അത് ഇല്ലാണ്ടായി, കുഴപ്പമില്ല. പിന്നെ കുറേ പേര് അത് കഴിഞ്ഞ് മുതലെടുത്ത്. അപ്പോൾ പിന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അടക്കം ചെയ്യണ സമയത്തും അവിടെ ഉണ്ടായതും ഒക്കെ വേറും. പക്ഷെ ആ സമയത്ത് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണവരുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മളുണ്ടാവും, പിന്നെ ആൾക്കാരുണ്ടാവും. അതൊന്നും പറഞ്ഞില്ല. മുതലാക്കലാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നണം.